കഴിഞ്ഞ 2 ആഴ്ചയായി നമുക്ക് പനിയും കോൾഡും ജലദോഷമൊക്കെ ആയിട്ട് എൻ്റെ ഐഡി തന്നെ പൂച്ച പറ്റി കിടക്കുന്ന അവസ്ഥയായി. അപ്പം ഏവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരെയും ഓൺലൈനിൽ കാണുന്നൊന്നുമില്ല. എന്താണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ച് ഈ ഏപ്രിൽ 9 നിലനിൽപ്പിനായിട്ടുള്ള പ്രധാനപ്പെട്ട ദിനമാണ്. എന്നുവെച്ചാൽ ഇതുവരെയുള്ള പല ആൾക്കാരുടെയും പ്രസ്താവനകളും പല ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും പല മതവർഗീയ ടീമുകളുടെ സംസാര രീതികളും പ്രസംഗങ്ങളും എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തിനും ഏതിനും മതം നോക്കുന്നവരാണ് ഇന്ന് ഭരിക്കുന്നതും. അതായത് എന്തിനും ഏതിനും മതം നോക്കി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലില്, വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലില്, അതാണല്ലോ. അപ്പൊ ആ ഒരു ഒഴുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇടത്തെ കാല് മാറി ഇനി വലത്തെ കാലിലേക്ക് മന്ത് പകരുകയാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ആ വരാൻ പോകുന്ന ടീമും, അതായത് നമ്മുടെ വി.ഡി. സതീശന്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലുള്ള മതേതര സർക്കാരാണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവിടുത്തെ ഹിന്ദുവിന് യാതൊരു തരത്തിലുള്ള സമാധാനമോ സന്തോഷമോ ലഭിക്കാൻ പോകുന്നില്ല. ഇവന്മാരാരും ഭരണത്തിൽ വന്നിട്ട് നമുക്കാരും ഒന്ന് കൊണ്ട് കോരി തന്നിട്ടല്ല. പക്ഷെ നാട്ടിൽ ജീവിക്കാൻ സമാധാനം വേണ്ടേ? നമ്മുടേതായ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ മതം മാത്രം നോക്കി മതത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതെ ഓരോരുത്തരും നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള മനസ്സമാധാനം കിട്ടുന്ന, അതായത് മതേതരം എന്ന് പറഞ്ഞാൽ 4 നേരം പുഴുങ്ങി തിന്നതുകൊണ്ട് മതേതരം എന്ന് 4 നേരം വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മതേതരമാവില്ല. അതിൽ ആത്മാർത്ഥത ഉണ്ടാവണം. ഇപ്പൊ ഈ ചെന്നിത്തലയുടെ മതേതരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരെ തേനൂട്ടി പാലൂട്ടി താരാട്ട് പാടി വളർത്തുന്നതിനാണ് ചെന്നിത്തലയുടെ മതേതരം. വി.ഡി. സതീശന്റെ മതേതരം എന്ന് പറഞ്ഞാൽ വർഗീയമായിട്ടുള്ള തീവ്രമായ വർഗീയ ശക്തികള്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളെ പാലൂട്ടി തേനൂട്ടി വളർത്തുന്നതാണ്. ഒരു കോള് വന്നതാണ്. അതിന്റെ മതേതരത്വം. അപ്പൊ ഇതിലൊന്നും പെടാതെ നമുക്ക് ഈ ശ്രീ മോദിജി വർഷങ്ങളായിട്ട് അവധിയെടുക്കാതെ ഭാരതത്തിന്റെ നന്മയ്ക്കായി കഷ്ടപ്പെടുന്ന നാം ഓരോരുത്തരും ആർക്കെന്ത് തോന്നുമെന്നൊക്കെ നോക്കാതെ ഭയരഹിതനായി NDA BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നമ്മുടെ അനുഭാവികളെന്ന് തോന്നുന്ന 100% വോട്ടർമാരെയും ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ അന്നൊരു ദിവസം കഷ്ടപ്പെട്ടേ മതിയാകൂ. അവർ ICUവിൽ കിടക്കുന്നവനെയും താങ്ങിക്കൊണ്ടുവരുമ്പോൾ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ ആളുകൾക്ക് വെയിലും ചൂടുമൊക്കെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാവും. അത് സംഘമായി ചേർന്ന് നമ്മുടെ ഭാവി തലമുറയുടെ രക്ഷയ്ക്കെന്ന് ബോധിപ്പിച്ച് ഏവരെയും ബൂത്തുകളിൽ എത്തിക്കാൻ യാത്രകളും ചടങ്ങുകളും മാറ്റിവെച്ച് സ്ത്രീകളടക്കം ആബാലവൃദ്ധ ജനങ്ങളെയും ബൂത്തുകളിൽ എത്തിച്ച് നാളെ വോട്ട് ചെയ്യിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തയ്യാറാവണം. ഒരു സ്ഥലത്തും നമ്മുടെ ആൾക്കാരെ ഒഴിവാക്കാതെ പരമാവധി 100% നാളെ നമ്മുടെ വോട്ടുകൾ പാഴാവാതെ NDA സഖ്യത്തിന്റെ അല്ലെങ്കിൽ BJP സഖ്യത്തിന്റെ അല്ലെങ്കിൽ ദേശീയമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾ പാഴാവാതെ ഏവരെയും കൊണ്ടുവന്ന് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നാളെ അതുപോലെ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ MLA സ്ഥാനങ്ങളിലേക്ക് വേണ്ടി മത്സരിക്കുന്ന NDA അനുഭാവികൾക്കും BJPയുടെ അനുഭാവികൾക്കും എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എൻ്റെ പ്രാർത്ഥനകളും. നമ്മൾ വോട്ട് ചെയ്യാനും ഇതുപോലുള്ള ഇലക്ഷന് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ യുദ്ധ സിറ്റുവേഷൻസ് കാരണം ഒന്നും നടന്നില്ല. പക്ഷെ അതിൽ നമുക്ക് ദുഃഖമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് അതിന് മാത്രം സജ്ജമായി കഴിഞ്ഞു കേരളം ഒരു മാറ്റത്തിന്റെ വക്കിലാണ്. തീർച്ചയായിട്ടും കേരളം വലിയൊരു മാറ്റം ഇപ്രാവശ്യത്തെ ഇലക്ഷനിലൂടെ കാഴ്ചവെക്കും. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ജനങ്ങൾ എന്താണ് എല്ലാ വർഷവും ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങളിവിടെ പൊതുജനം കഴുതകളാണെന്ന് രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പല്ലവി മാറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും വളരെ ബോധത്തോടുകൂടി, വളരെ ബുദ്ധിയോടുകൂടി, വളരെ ക്ലവറായിട്ട് ഏറ്റവും നല്ല സൂപ്പർ തീരുമാനങ്ങൾ എടുത്ത്
അവര് ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് ഏവരെയും കൊണ്ടുവരും എന്നുള്ള ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കേരള ജനത മാറും. മാറാത്തത് നമ്മൾ എന്തായാലും മാറ്റിയിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ വോട്ടർമാരെയും പരമാവധി നമ്മൾ എഫേർട്ട് എടുത്ത് നാളത്തെ ഒരു ദിവസം നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ഈ ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലും വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലും 10-70 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാമയ്ക്കൊരു മാറ്റം വരണം. അത് മാത്രമല്ല, ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് മറ്റേതെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ എന്തെങ്കിലും കിടന്ന് കാണിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഈ പറയുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മാരകമായ വിഷം, പിണറായി വിജയൻ പിന്നെയും ഭരിച്ചാൽ നമുക്ക് പിന്നെയും സമാധാനമുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. ഈ മാരകമായ വിഷം, ഈ മതേതര സർക്കാർ എന്നുള്ള രൂപേണ മാരകമായ ഈ കോൺഗ്രസ്സുകാര് ഭരണത്തിൽ വന്നാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള സമാധാനവും ഇവിടുത്തെ ഹിന്ദുവിന് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അജാതി പോക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഡിക്റ്റ് ആയിട്ട് കിടക്കാതെ ജനങ്ങളെല്ലാവരും നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ണു തുറന്ന് കണ്ടാൽ, കാരണം കുഞ്ഞാലിക്കുട്ടിയാണ് പറഞ്ഞത്, ഗുരുവായൂര് ക്ഷേത്ര കമ്മിറ്റിയില് മുസ്ലിംസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതില് ഞങ്ങളതില് അധികാരികളായിട്ട് വരും, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവന്മാരാണ്. എന്ത് അടിസ്ഥാനത്തിലാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വക കാര്യങ്ങൾക്കൊന്നും ഇട കൊടുക്കാതെ ഇടതിനെയും വലതിനെയും കഴിഞ്ഞ 10-70 വർഷം ചെയ്യാൻ പറ്റാത്തതൊന്നും ഇവർക്ക് ഇനി ഇപ്പോൾ തലകുത്തി മറിഞ്ഞ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് സ്ഥിരം തുറുപ്പ് ചീട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർക്ക് ഈ വക സംഗതികൾക്കൊക്കെ നമ്മൾ 10-70 വർഷം കൊടുത്തല്ലോ. അപ്പോൾ അതിലവിടെ നിൽക്കട്ടെ. നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. നാടാണ് മെയിനായിട്ട്, രാഷ്ട്രമാണ് ആദ്യം, രാഷ്ട്രീയം പിന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട് ആദ്യം സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന്, ആ മാറാത്തത് മാറുന്നതിന് നമ്മൾ എത്രയായാലും NDA ദേശീയ സഖ്യത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം. എല്ലാ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നമ്മളുടെ മാറാത്തത് മാറണം, അല്ലെങ്കിൽ ഒരു മാറ്റം വരണം എന്നതായിരിക്കണം ഓരോ വോട്ടർമാരുടെയും ചിന്ത. നമ്മുടെ കയ്യിലാണ് നമ്മുടെ നാടിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ. അപ്പൊ ഏവരും നന്നായിട്ട് ആലോചിച്ച് പ്രവർത്തിച്ചാലേ ഈ നാട് കരകയറുള്ളൂ. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയും സ്വർണം കെട്ടത് ആരപ്പ, കോൺഗ്രസ് ആണേ അയ്യപ്പ. മാർക്സിസ്റ്റുകാർ അങ്ങനെ പാടുമ്പോൾ കോൺഗ്രസ്സുകാർ പാടും സ്വർണം കെട്ടത് ആരപ്പ, എന്താ പറയാ, കമ്മ്യൂണിസ്റ്റ് ആണേ അയ്യപ്പ എന്ന് അവരും പാടും. അപ്പൊ ഇത് രണ്ടെണ്ണത്തിലും കട്ടത് രണ്ടിലുണ്ട് എന്നുള്ളത് രണ്ടു കൂട്ടരും സമ്മതിച്ച കാര്യമാണ്. അപ്പൊ അതിൽ തുടങ്ങിയാൽ മനസ്സിലാവും പ്രബുദ്ധ മലയാളികൾക്ക് ഇവരുടെ എന്താ പറയാ തമ്മിൽ ചളിവാരി എറിയുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഓരോ വോട്ടും ദേശീയതയ്ക്ക് ചെയ്യുക. ഒപ്പം നിൽക്കുന്ന 2020യെയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. നമ്മുടെ ഓരോ വിലയേറിയ വോട്ടും NDAയ്ക്കും ദേശീയതയ്ക്കും വേണ്ടി സമർപ്പിക്കുക. ദിസ് ഈസ് മൈ റിക്വസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. ജയ് ഹിന്ദ്.